എപ്പോഴും വിപ്ലവം എന്ന് പറയുന്നത് അതൊരു വിപ്ലവം ഏകവചനമല്ല എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും എന്ന് കാണിച്ചു തന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതും ക്രിസ്തീയ വിശ്വാസത്തിന് ഒട്ടും തന്നെ കോട്ടം തട്ടാത്ത തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക ആത്മീയ നേതാവാണ്. അതായത് കാത്തലിക്സിൻ്റെ മുഴുവൻ ക്രിസ്തീയ സഭകളുടെ എല്ലാം പിതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം തനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായി മാറാൻ കഴിയും. ബഹുവചനം എന്ന് നമ്മൾ പറയുന്ന വിപ്ലവത്തെ ഏകവചനമാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വാചകത്തിന് എത്തിയിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ വാചകം മൂലം തനിക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങളെപ്പറ്റി അദ്ദേഹം ഒരിക്കലും ആലോചിച്ചിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമായി എനിക്ക് തോന്നിയത്. മറ്റു പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തെ ഒരു വിപ്ലവകാരി എന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ മാർപ്പാപ്പ എന്ന ഒരു പദവി ഉണ്ടെങ്കിൽ 266 പേരിൽ ആ പദവിക്ക് അർഹൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ടൈം മാസിക അങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് 2013 കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ പ്രസിദ്ധീകരിച്ചത്. ദ പീപ്പിൾസ് പോപ്പ് എന്നാണ് അവരെന്ന് വിശേഷിപ്പിച്ചത്.